ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുള്ള മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമയ്ക്ക് ഇത്രയധികം ഹൈപ്പ് കയറാൻ കാരണം മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള സുഷിൻ ശ്യാം ഒരു 4-5 മാസം മുമ്പ് ഒരു ഇന്റർവ്യൂക്കകത്ത് ക്ലബ് എഫിന്റെ ഒരു ഇന്റർവ്യൂക്കകത്ത് പറയുണ്ടായിരുന്നു, മഞ്ഞുമ്മൽ ബോയ്സ് ഈ ഒരു കേരള, അതായത് മലയാളം ഇൻഡസ്ട്രിയുടെ ഒരു എന്താ പറയുക ബെഞ്ച് മാർക്കായിരിക്കും, അത്തരത്തിലുള്ള ഒരു സംസാരം അല്ലെങ്കിൽ ഒരു അവകാശം ഉന്നയിക്കലൊക്കെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത് റിയൽ ലൈഫ് ഇൻസിഡന്റിനെ ബേസ് ചെയ്തുകൊണ്ട് അവരെടുത്തിട്ടുള്ള ഒരു സംഭവം, ഒരു സിനിമയാണ് ഈ ഒരു മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്നത്. അതായത് മഞ്ഞുമ്മലിലെ ഒരു കൂട്ടം ചെറുപ്പക്കാര് നമ്മുടെ കൊടൈക്കനാലിൽ പോയിട്ട്, അതായത് ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി കൊടൈക്കനാലിൽ പോകുന്നു. അവിടെ വെച്ചുണ്ടാകുന്ന വലിയൊരു അപകടം, അതായത് ഗുണ കേവ്സ് എന്നറിയപ്പെടുന്ന ഡെവിൾസ് കിച്ചൺ, മുമ്പ് ബ്രിട്ടീഷുകാരൻ കണ്ടിട്ടുള്ള പേരാണ് ഡെവിൾസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഗുണാസ് കേവ് എന്ന് പറയുന്നതിന്റെ മുമ്പത്തെ പേര്. ഗുണ കേവ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കമലഹാസന്റെ ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലം, അതിനുശേഷം ആ ഒരു സ്ഥലം അറിയപ്പെടുന്നത് ഗുണ കേവ് എന്നാണ്. ആ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടതിന് ശേഷം ഉണ്ടാകുന്ന അവരിൽ ഒരാൾക്ക് ഉണ്ടാകുന്ന ഒരു അപകടം, അവിടുന്ന് അപകടത്തിൽപ്പെട്ട ആളെ റെസ്ക്യൂ ചെയ്യുന്നു. അതാണ് സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത്. സിനിമയിലേക്ക് കടക്കുന്ന സമയത്ത് ഫുള്ള് കമലഹാസൻ റെഫറൻസ് ആണ്. കമലഹാസന്റെ ഗുണ എന്ന് പറയുന്ന സിനിമയുടെ ഒരുപാട് റെഫറൻസുകൾ നിങ്ങൾക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ കമലഹാസന്റെ ഒരുപാട് പാട്ടുകൾ, അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പടം തുടങ്ങുന്ന സമയത്ത് തന്നെ എന്താണ് മഞ്ഞുമ്മൽ ബോയ്സ്, എന്താണ് അവിടുത്തെ ചെറുപ്പക്കാരുടെ മൈൻഡ് എന്നൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൽ ദർശന ക്ലബ്ബ് എന്ന് പറയുന്ന ടീമിലത്തെ കുറച്ച് പിള്ളേർ കൂടിയിട്ട് ഒരു കൊടൈക്കനാൽ യാത്രയ്ക്ക് പോകുന്നതും അവിടെ നടക്കുന്ന കുറച്ച് ഇൻസിഡന്റും കാര്യങ്ങളാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ വിഷ്വൽ ഡിപ്പാർട്ട്മെന്റ് ഒരു രക്ഷയില്ല. കാരണം ഈ ഗുണ കേവ്സിനകത്ത് പെട്ടതിന് ശേഷം, അതുവരെ അവര് ഗുണ കേവ്സിൽ തന്നെയാണ് ഒരു ഇതൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ. അതിനുശേഷം, അതായത് ആ പെട്ടതിന് ശേഷം ആ ക്യാമറ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഈ ഒരു കേവിനകത്ത് പെട്ടതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ അവര് എങ്ങനെ ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ഗംഭീരമായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീനാഥ് ബാസിയുടെ ആയാലും സൗബിന്റെ ആയാലും ഒക്കെ അത്യാവശ്യം ആ ഒരു ഗ്യാങ്ങിന്റെ പ്രകടനങ്ങളൊക്കെ അത്യാവശ്യം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ നായകൻ സുഷിൻ ശ്യാം, ആ ഒരു സുഷിൻ ശ്യാം ഇതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്, ഒരു മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയുണ്ടായി. ആ ഒരു സംഭവമൊക്കെ കൊടുത്തിരിക്കുന്ന രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ ഒരു ഇൻസിഡന്റിന്റെ സമയത്ത് കൊടുക്കുന്ന ആ ഒരു ഭീതി ഉണ്ടല്ലോ, അത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങേരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു സാധനങ്ങളൊക്കെ രസമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ ഒരു പടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും അതുപോലെ തന്നെ എന്താ പറയുക സൗണ്ട് ഡിപ്പാർട്ട്മെന്റിനും വളരെയധികം പ്രാധാന്യമുണ്ട്. അത് നല്ല രീതിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൗണ്ടിങ്ങും വിഷ്വലും ഗംഭീരമായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ എന്താന്ന് വെച്ചാൽ ഇമോഷണലി അത്രയ്ക്ക് അങ്ങോട്ട് കണക്ട് ആയെന്ന് എനിക്ക് തോന്നിയില്ല. അത് എന്നെ സംബന്ധിച്ച് പേഴ്സണൽ ഒരു ഒപ്പീനിയനാണ്. കണ്ടവർക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. പിന്നെ അവരുടെ ആ പ്രകടനങ്ങൾ, ചില ആൾക്കാരുടെ പ്രകടനങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. നെഗറ്റീവ്സിലേക്ക് വരുന്ന സമയത്ത് സർവൈവൽ ത്രില്ലർ എന്ന് പറയുന്ന സമയത്ത് അതിൽ റിയൽ ലൈഫ് ഇൻസിഡന്റ് ചെയ്യുമ്പോൾ ഒരു പ്രഡിക്റ്റബിൾ ഫാക്ടർ കടന്നു വരുന്നുണ്ട്. പ്രേക്ഷകനെ സംബന്ധിച്ച് എന്താണ് ഉണ്ടാവുക എന്നറിയാം. അവർക്ക് മുന്നിലേക്ക് എന്താ പറയുക അതിലും ഗംഭീരമായിട്ട് ചെയ്തു വെക്കാൻ വളരെയധികം പ്രയാസമാണ്. അപ്പം അതുപോലെ തന്നെ ആ ഒരു പ്രഡിക്റ്റബിൾ ഫാക്ടർ ഉള്ളതുകൊണ്ട് എന്നെ സംബന്ധിച്ച്, ഇപ്പോൾ എന്തുവാണെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാം, പക്ഷെ എന്നെ സംബന്ധിച്ച് ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ആ ഒരു സംഭവം പ്രഡിക്റ്റബിൾ ഫാക്ടർ എന്നെ ചെറുതായിട്ട് അലോസരപ്പെടുത്തി എന്നുള്ളത് സത്യമാണ്. ആ ഒരു സംഭവം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സിനിമ വാച്ചബിൾ ആയിട്ടുള്ള ഒരു തവണ വെറുതെ കണ്ടിരിക്കാവുന്ന. അപ്പോൾ എന്താണ് മഞ്ഞുമ്മൽ ബോയ്സിന്റെ ആ ഒരു ഗുണ കേവ്സിന്റെ കഥകളൊന്നും അറിയാത്തവർക്ക് ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു വാച്ചബിൾ സർവൈവൽ ത്രില്ലർ ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സിനിമ കാണുകയാണെങ്കിൽ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഉള്ള തിയേറ്ററിൽ നിന്ന് കാണാൻ ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, സൗണ്ടിങ്ങിനും വിഷ്വലിനും നല്ല പ്രാധാന്യമുള്ള സിനിമയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. പക്ഷെ ഇതിപ്പോ എന്താ പറയാ ഫാമിലി ഓഡിയൻസ് ഒക്കെ വന്ന് കയറുന്ന സമയത്ത് അവരെയൊക്കെ എനിക്ക് തോന്നുന്നു ആവറേജ് ഫ്ലിക്ക് ആവാനുള്ള സാധ്യതയുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞ കൊടുത്ത ഹൈപ്പിനനുസരിച്ച് കയറി പോകുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അപ്പുറത്ത് ഇതിലും ഗംഭീരമായിട്ടുള്ള പ്രേമലും
ഭ്രമയുഗമൊക്കെ കളിക്കുമ്പോൾ ഇത് എത്രത്തോളം കയറിപ്പോകുമെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് ഒരു ആവറേജ് ഫ്ലിക്ക് ആയിട്ടുള്ള ഒരു സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ പെടുത്തുക. എന്താണെന്ന് വെച്ചാൽ ജാനേമനും രോമാഞ്ചം ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും ഈ ഒരു സിനിമയ്ക്ക് ആരും കയറുന്ന എനിക്ക് തോന്നുന്നില്ല. ട്രെയിലറൊക്കെ കാണുമ്പോൾ തന്നെ ഈ ഒരു സിനിമയുടെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. സോ അത്തരത്തിലൊരു സർവൈവൽ ത്രില്ലറിന് വേണ്ട എന്താ പറയുക എല്ലാ ചേരുവകളും കൂട്ടിച്ചേർത്തുകൊണ്ട്, പക്ഷേ എല്ലാ ചേരുവകളെന്നും പറയുമ്പോൾ ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. അതിനൊരു ചേരുവകൾ ചേർക്കുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിനിമയെ സമീപിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടേക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.